ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടെ കടയിൽ പോകാനൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ചെറിയൊരു പൂന്തോട്ടമാണ് കേട്ടോ. ഇതൊക്കെ അമ്മ ചെയ്യണതാണ് കേട്ടോ. ഇതെല്ലാം അടുത്തുകൊണ്ട് കാണിച്ചു തരാം. ചെറിയ രീതിയിലൊക്കെ ആയതേ ഉള്ളത്. അവിടെ ഉണ്ട്. ഇത് അങ്ങോട്ട് അത്രയും അതായത് വിത്തിട്ടൊരു 2-3 ദിവസം കഴിയുമ്പം തൈകളൊക്കെ ചെറിയ രീതിയിൽ പൊടിപ്പൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് തൊട്ട് ഇളക്കി നട്ട തൈകളാണ് ഇങ്ങനെ നിൽക്കണം കേട്ടോ. വളർന്നു വരെ അമ്മ താമസിക്കേ ഇല്ല. അപ്പോ അമ്മ ഇറങ്ങിയ അപ്പൊ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവരും മിസ് ചെയ്ത് കാണണം, സപ്പോർട്ട് ചെയ്യണം. കടയിൽ പോയിട്ട് വന്ന് വീഡിയോ എടുക്കാം കേട്ടോ. കടയിൽ പോയിട്ട് ബലിയൊക്കെ ആയോണ്ട് നമ്മളിപ്പോൾ എല്ലാവരും എന്തോന്ന് വ്രതമൊക്കെയാണ്. ഇപ്പം കർക്കിടക വാവൊക്കെ ആവാറായല്ലോ. എൻ്റെ ഡേ മൈ ലൈഫാണ്. അതിൽ ഞാൻ റേഷൻ കടയിൽ പോകണം ഗൈസ്. നടന്നപ്പോൾ നീനുമില്ല, നീന് വീട്ടിൽ കുറച്ച് വലിയൊക്കെ ഉണ്ട്. റേഷൻ കടയിൽ പോയിട്ട് കാണാം. റേഷൻ വാങ്ങിക്കാൻ വന്നിരിക്കുന്നു. റേഷൻ കടയിൽ പല അരിയൊക്കെ ഉണ്ടാക്കി ഏകദേശം അരിയെല്ലാം ഉണ്ടോ. ചിലപ്പോൾ ചാക്കടിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ചാക്ക്. ഇതാണ് ഞങ്ങളുടെ റേഷൻ കട കേട്ടോ. റേഷൻ വാങ്ങിച്ചിട്ട് നടന്നു പോകണം. 12 കിലോ ചമ്പാവ്, 2 കിലോ പച്ചരി, 2 കിലോ ചാക്കരി, 1 കിലോ ഗോതമ്പ്, 3 കിലോ ആട്ടാമാവ്. അയ്യോ റേഷൻ മാച്ച് ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണേട്ടോ. അല്ലെങ്കിൽ നീനും കൂടെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഇപ്പം ഈ ശകലേ ഉള്ളു റേഷൻ. അപ്പം അതുകൊണ്ട് നടന്നു പോകണേന് നല്ലത്. പോയിട്ട് വരാം. ബലിയൊക്കെ ഈ വരണോണ്ട് അപ്പം നമുക്ക് അച്ഛൻ്റെ ബലിയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ നേരത്തെ ഇപ്പം ഒരാഴ്ച കൊണ്ട് മീനൊന്നും വാങ്ങിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് മീനൊന്നും ഇല്ലാത്ത കറികളാണ് കേട്ടോ. മീനോ മുട്ടയോ ചിക്കനോ അങ്ങനെയൊന്നും ഇല്ലാത്ത കറികളാണ്. ബലി ഇട്ട് കഴിഞ്ഞിട്ടേ നമ്മൾ ഈ മീനൊക്കെ വാങ്ങിക്കുള്ളൂ. ഇത് പരിപ്പ് കറി, ചക്കക്കറി, വീട്ടിലിട്ട നാരങ്ങ അച്ചാറ്, പിന്നെ ഇത് തക്കാളിയും അല്ലേ ഉള്ളിയും കൂടെ ഉടച്ചത്, ചൂട് കഞ്ഞിവെള്ളം, ഇത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഒന്ന് കഴിക്കട്ടെ ഗൈസ്. ഇപ്പം പിമ്പിൾസൊക്കെ ഒരുപാടുണ്ട്. പിന്നെ എന്തോന്നും ഇപ്പം ഞാൻ ബ്യൂട്ടി ടിപ്സ് ചെയ്യണതും കാണിച്ചു തരാം കേട്ടോ. അതായത് വേറെ ഒന്നുമില്ല, ടൊമാറ്റോയും കടലമാവും കൂടെ മിക്സ് ചെയ്ത് അതൊരു അരമണിക്കൂറൊക്കെ ഇട്ടേക്കും. വീട്ടിൽ ഇരിക്കണമെങ്കിൽ അരമണിക്കൂറൊക്കെ ഇട്ടേക്കും. ഇത് വേറെ ഒന്നുമല്ല, കടലമാവും തക്കാളിയും കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഇത് മുഖത്ത് കരിവാളിപ്പൊക്കെ മാറും. പക്ഷെ ഞാനുണ്ട് ഭയങ്കര മടിച്ചാണ് കേട്ടോ. 1-2 ദിവസം ചെയ്തിട്ട് പിന്നെ ഞാൻ അങ്ങ് കുറച്ച് അതായത് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ പിന്നെ അത് ഇടില്ല. പിന്നെ വീണ്ടും കളറൊക്കെ കുറയുമ്പോൾ ഞാൻ വീണ്ടും ഇടും. അങ്ങനെയാണ്. പൈസ കൊടുത്ത് ഒരുപാട്, അതായത് ബ്യൂട്ടി പാർലറിൽ പോയി ക്യാഷ് കളയാനായിട്ട് നല്ലൊരു വീട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ടിപ്സുകൾ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവേയില്ല. ഇത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ മുഖത്ത്. അതായത് ഒരു അരമണിക്കൂർ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അത് ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് മുഖത്ത്. മുഖത്ത് മാത്രമല്ല, കഴുത്തിലും കാതിലൊക്കെ ഇടും കേട്ടോ. അപ്പോൾ എനിക്കിനി കുറച്ച് ജോലിയുണ്ട്. എനിക്ക് ചായയൊക്കെ ഇടണം, വീട്ടിനകം തൂത്തൊക്കെ വരണം, കുറേ തുണികൾ കഴുകി ഉണക്കിയിട്ടിട്ടുണ്ട്, അതിനെല്ലാം മടക്കി വെക്കണം. അങ്ങനെ കുറേ ജോലികളുണ്ട്. ഓരോ ജോലികളായിട്ട് ചെയ്യട്ടെ ഗൈസ്. അസ്തമിക്കാറൊക്കെ ആയി വരുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ കഥ തുറന്നിട്ടാൽ നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. ഒരു 6 മണിയുടെ ആയിട്ടുണ്ട്.
9 മണിയായിട്ടുണ്ട്. അപ്പം ഞാൻ രാത്രി കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പം ഞാൻ കഴിക്കില്ല, ഒറ്റയ്ക്കിരുന്ന് കഴിക്കില്ല. ഇനിയിപ്പോൾ അമ്മയും അനിയത്തിയും കടയിൽ നിന്ന് വന്നാൽ മാത്രമേ ഫുഡ് കഴിക്കുകയുള്ളൂ. നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെന്താ, പിന്നെ ചപ്പാത്തി, ഇന്ന് ഉണ്ടാക്കിയ ചപ്പാത്തി, പിന്നെ പിന്നെന്തുണ്ടല്ലോ, സോയാ ബോളും ഈ പൊട്ടറ്റോ പിന്നെ തക്കാളി എല്ലാം കൂടെ ഇട്ടിട്ടുള്ള മിക്സ് കറിയാണ്. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഉണ്ടാക്കിയെന്ന് പറയുന്നത്, ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് സോയാ ബോൾ കറി. അപ്പോൾ പിന്നെ ഇപ്പോൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു. പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിലൊരു പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റൂ എന്നൊക്കെ പറയാം. അതായത് എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്നത് കറിക്ക് നമ്മൾ ഉപ്പുണ്ടെന്നൊക്കെ നോക്കുമല്ലോ, അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ചിലരുടെ കമൻറ്റ്, ഞാൻ ജോലിയൊക്കെ ചെയ്യാറുണ്ടെന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. അത് ഫോൺ എടുത്ത് എപ്പോഴും വീഡിയോ പിടിപ്പാണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ അടുക്കള ജോലി ചെയ്യണേക്കാട്ടി എനിക്ക് പുറം ജോലികൾ ചെയ്യാനാണ് ഇഷ്ടം, സത്യം തന്നെ. അപ്പോൾ അതായത് എന്തോന്ന്, തുണി നനയ്ക്കുക, പിന്നെ മുറ്റടിക്കുക, വീട്ടിനകമൊക്കെ തൂത്തുവാരുക, തുടയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പാത്രം കഴുകും, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പാചകം ഇഷ്ടമല്ലെന്നല്ല, പക്ഷേ അതായത് കൈപ്പുണ്യം എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് എനിക്കില്ല. പക്ഷെ നീവിന് നല്ല രീതിയിലുണ്ട് അവർക്ക്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പാകപ്പിഴകൾ എന്നൊക്കെ പറയുമല്ലോ, അതാണ്. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയ ഫുഡ് കാണിച്ചു തരാം. ഓക്കെ, വരൂ. ചപ്പാത്തിയുടെ ആ ഷേപ്പും ഇതൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഇത് ഉണ്ടാക്കിയതാണോ അത് മറ്റേ പാക്കറ്റ് ഉണ്ടല്ലോ, പാക്കറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ ചൂടാക്കി ഒന്ന് എടുത്താൽ മതിയല്ലോ, പരത്തി വെച്ചേക്കും. അപ്പോൾ ആ ടൈപ്പ് ചപ്പാത്തിയാണ്. ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കി വലിയ സീനായിപ്പോയി ഗൈസ്. അതായത് എന്താ പറയണ്ടേ, അതൊരു ഒറോട്ടി ടൈപ്പിലൊക്കെ ഇരുന്നു. അപ്പോൾ അമ്മ തന്നെ പറഞ്ഞു, എന്തായാലും റിസ്ക് എടുക്കേണ്ടത്, ഇത് നമുക്ക് പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ച് ഒന്ന് പൊള്ളിച്ചെടുത്താൽ മതി. അങ്ങനെ പൊള്ളിച്ചതാണ് ചപ്പാത്തി. നമുക്ക് വാങ്ങിക്കണ്ടല്ലോ, കടയിലുണ്ടല്ലോ. അപ്പോൾ ചപ്പാത്തി 10 പീസാണേ. സോയാ ബോളാണ്. സോയാ ബോൾ മറ്റേ ടൊമാറ്റോയും പൊട്ടറ്റോയും കൂടിയിട്ടുള്ള മിക്സ് കറിയാണ്. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. അടുത്ത് ഞാൻ ഉണ്ടാക്കിയ കറി കാണിച്ചു തരാം ഗൈസ്. ഞാനാണിത് ഉണ്ടാക്കിയത്. പൊട്ടറ്റോ സ്റ്റൂ ആണ് കേട്ടോ. രാത്രിത്തെ കാപ്പിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനി ഫുഡ് അവരൊക്കെ വന്നിട്ടേ കഴിക്കുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ. പിന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ടല്ലേ. ഇത് ഗ്രാമ്പു ആണ് കേട്ടോ. ഗ്രാമ്പു, പട്ടയാണ് കേട്ടോ. പട്ട, മല്ലിയില, കരിവേപ്പില എല്ലാം കൂടെ ഒക്കെ ഇട്ടൊരു തട്ടിക്കൂട്ട് കറി അല്ല, സ്റ്റൂ. സോറി, കറിയല്ല, സ്റ്റൂ. ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ രാത്രിയിലത്തെ ഫുഡ്. കണ്ടല്ലോ, എല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. കറികൾ ഞാൻ വെച്ച സ്പെഷ്യൽ കറി